നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലോടുകൂടി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ ആരോഗ്യ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഓരോ വാർത്തകളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഓരോ വാർത്തകളും സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തൽ ഇസ്രായേൽ സമ്മതിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ വാർത്തകളുടെയും വിശദാംശങ്ങളിലേക്ക് പോകാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസ് കരാർ അംഗീകരിക്കണമെന്ന് ട്രംപ്. കരാറിലെ അന്തിമ നിർദ്ദേശങ്ങൾ ഖത്തറും ഈജിപ്തും സമർപ്പിക്കും. ഇസ്രായേലിലേക്ക് യമനിൽ നിന്ന് ഹൂതികളുടെ മിസൈൽ ആക്രമണം. കടുത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ. ശസ്ത്രക്രിയാ ഉപകരണ പ്രതിസന്ധിയിൽ അന്വേഷണ സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ചികിത്സാ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികൾ കടുത്ത ദുരിതത്തിൽ. നിലവിൽ ഒരു MRI മെഷീൻ മാത്രം. തീപിടുത്തത്തിൽ കത്തിപ്പോയ ഉപകരണങ്ങൾ ഇതുവരെയും മാറ്റി സ്ഥാപിച്ചില്ല. അടിയന്തര സ്കാനിങ്ങിന് ആഴ്ചകളോളം കാത്തിരിക്കേണ്ട ഗതികേടിൽ രോഗികൾ. ക്യാൻസർ രോഗികളുടെ ആശ്രയ കേന്ദ്രമായ തിരുവനന്തപുരം RCCയിലെ മരുന്ന് ക്ഷാമത്തിൽ വലഞ്ഞ രോഗികൾ. രോഗികൾക്ക് സൗജന്യ ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കേണ്ട അനന്തപുരി മെഡിക്കൽ സ്റ്റോറിലും അവശ്യ മരുന്നുകളില്ല. സർക്കാർ ഫണ്ടില്ലായ്മയെന്ന് വിശദീകരണം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതിനെതിരായ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ. നിർമ്മാതാക്കളുടെ ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. അനുമതി നൽകാത്തത് എന്തുകൊണ്ടെന്ന് സെൻസർ ബോർഡ് വിശദീകരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 10 വർഷത്തിനിടയിലെ ദൈർഘ്യമേറിയ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കം. 8 ദിവസത്തെ പര്യടനത്തിൽ 5 രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ന് ഘാനയിൽ. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാനയിലെത്തുന്നത് 30 വർഷത്തിന് ശേഷം. പ്രസിഡന്റ് ജോൺ ഡ്രാമനിയുമായി ഊർജ്ജ പ്രതിരോധ മേഖലകളിലെ സഹകരണത്തിൽ ചർച്ച. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് ഇന്ന് മുതൽ. ബുംറ കളിക്കുമോ എന്നതിൽ ആകാംക്ഷ. ഫിഫ ക്ലബ് ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ റയലിന് വൻ വിജയം. യുവൻസിനെ വീഴ്ത്തിയത് എതിരില്ലാത്ത ഒരു ഗോളിന്. യുവൻസിന്റെ വല ചലിപ്പിച്ചത് ഗോൺസാല ഗാർഷ്യ. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. ഗാസയിൽ വെടിനിർത്തലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തെ വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ടെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. ഹമാസ് കരാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അംഗീകരിക്കുന്നതാണ് നല്ലതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തൽ തുടർന്നാൽ സ്ഥിതി രൂക്ഷമാകും. ഗാസയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. സമാധാനത്തിനായി പ്രയത്നിച്ച ഖത്തറും ഈജിപ്തും അന്തിമ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപ് അടുത്ത ആഴ്ച കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഹമാസുമായുള്ള ബന്ദി കൈമാറ്റത്തിലും ഇസ്രായേൽ ധാരണയിലെത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിലേക്ക് യമനിൽ നിന്ന് മിസൈൽ ആക്രമണം നടത്തി ഹൂതികൾ. എന്നാൽ സൈന്യം മിസൈലുകൾ തടുത്തു എന്നും നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഇല്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ആക്രമണത്തിന് കടുത്ത തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗാസയിലെ പലസ്തീനികളെ പിന്തുണച്ചാണ് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോകുന്ന റിപ്പോർട്ടുകളാണ് പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസവും വരുന്നത്. മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തിന് പിന്നാലെ സംസ്ഥാനത്ത് ക്യാൻസർ രോഗികളുടെ ആശ്രയ കേന്ദ്രമായ തിരുവനന്തപുരം RCCയിലും മരുന്ന് ക്ഷാമം രോഗികളെ ബാധിക്കുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് സൗജന്യ ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കുന്ന അനന്തപുരി മെഡിക്കൽ സ്റ്റോറിലും സർക്കാർ ഫണ്ടില്ലായ്മ കാരണം ക്യാൻസറിനുള്ള ആവശ്യ മരുന്നുകൾ ലഭ്യമല്ല. അമൃതാനു, നമ്മുടെ ക്യാൻസറിന്റെ മരുന്ന് വന്നായിരുന്നോ? നേരത്തെ കഴിഞ്ഞ മാസം വന്നപ്പോൾ എന്റെ ക്യാൽസ്യത്തിന്റെ ഗുളിക മാത്രമേ കിട്ടുള്ളൂ. മരുന്ന് വന്നിട്ടുണ്ടോ? ഇല്ല, നമുക്ക് പുതിയതായിട്ട് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഫണ്ടില്ല കേട്ടാ. അതൊക്കെ ഇനി പുതിയ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ഓഗസ്റ്റ് മാസത്തിലേ എടുക്കുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി ഓഗസ്റ്റിലേക്ക് മരുന്ന് കിട്ടത്തുള്ളൂ? നിങ്ങൾക്ക് വേറെ ഏത് പോകുന്നത്? ക്യാൻസറിന്റെ മെഡിസിൻ അല്ല.
അതെ അതെ, അതിന്റെ കൂടെ ഒരു കാൽസ്യം ടാബ്ലറ്റ് അത് കിട്ടിയായിരുന്നു. പക്ഷെ അതിന്റെ കൂടെയുള്ള മരുന്നാണ് കിട്ടാത്തത്. അതന്നെ. അപ്പൊ കാൽസ്യം മാത്രമേ ഇപ്പോഴും ഉള്ളൂ, പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല. അത് ഓഗസ്റ്റ് മാസത്തിലേ എടുക്കുള്ളൂ കേട്ടോ. കാൽസ്യം മാത്രമാണെങ്കിൽ സമയമായിട്ടുണ്ടെങ്കിൽ വന്നാൽ മതി, അത് മാത്രം കിട്ടും. 15 ദിവസത്തേക്കേ കിട്ടുന്നുള്ളൂ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് സൗജന്യ നിരക്കിൽ മരുന്നു ലഭ്യമാക്കുന്ന സർക്കാർ കേന്ദ്രമായ അനന്തപുരി മെഡിക്കൽസ് ക്യാൻസറിനുള്ള മരുന്ന് ചോദിച്ചെത്തുന്നവർക്ക് നൽകുന്ന മറുപടിയാണ് ഇത്. സർക്കാർ ഫണ്ടില്ലായ്മ മൂലം മരുന്നുകൾ ലഭ്യമല്ലെന്നും ഓഗസ്റ്റോടുകൂടി മാത്രമേ മരുന്നുകൾ എത്തുകയുള്ളൂ എന്നുമാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന മറുപടി. നിരവധി രോഗികളാണ് മരുന്നിനായി സർക്കാർ നിയന്ത്രണത്തിലുള്ള അനന്തപുരി മെഡിക്കൽസിനെ ആശ്രയിക്കുന്നത്. അതേസമയം RCCയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്കും ഡോസ് കൂടിയ റേഡിയേഷൻ മരുന്നുകൾ ലഭ്യമല്ല. റേഡിയോ ഐസോട്ടോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇവിടെ ഈ ചികിത്സ തരാനുള്ള പ്രൊവിഷൻ ഇവിടെ ഇല്ല, അവർക്കിവിടെ അവൈലബിൾ അവർക്ക് തരാനുള്ള മരുന്ന് ഇവിടെ ഇല്ലെന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ എന്തോ ചോദിച്ചു, ഇത്രയും ഒരു 30 ml വേണ്ടത്, ഇപ്പോൾ നമുക്ക് വൈഫിന് വേണ്ടത് കുറച്ചുകൂടെ ഒരു ക്വാണ്ടിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു. ആ തരാനുള്ള ഫെസിലിറ്റി ഇവിടെ ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് റെഫർ ചെയ്ത് വിടാം, ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറഞ്ഞു. അനന്തപുരി മെഡിക്കൽസിന് അവിടെ പോയി കൊണ്ട് മരുന്നില്ലെന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ ഫണ്ട് വരുന്നില്ല. RCCയിലെ അവസ്ഥ ഇത് തന്നെയാണ്, ഫണ്ടില്ല എന്ന് പറയും. ഇപ്പോൾ പാവപ്പെട്ട രോഗികൾ പിന്നെ എവിടെയാണ് പോകേണ്ടത്? ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ ചോദിക്കണം, മരുന്ന് തരുന്നില്ല, ഇതാണെന്ന് പറയുന്നുണ്ട്. ഈ RCC ഇല്ലാതെ ചികിത്സ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് എന്തായാലും എത്ര രൂപയാവും? അപ്പോൾ ചിന്തിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ? കിടത്തി ചികിത്സ നൽകേണ്ടവരെ പോലും ചികിത്സ നൽകി വിട്ടയക്കുകയാണ് ഇവിടെ. കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വഴിയുള്ള ചികിത്സയും RCCയിൽ നിഷേധിക്കുന്നു. ഇൻഷുറൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ കിടത്തി ചികിത്സ ചെയ്താൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫണ്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് കേന്ദ്രം തരുന്നില്ലെന്ന് പറയുന്നു. കേന്ദ്രം വിളിച്ച് ചോദിക്കാൻ ഇവിടെ ആരുമില്ല, എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. ഇപ്പോൾ ഈ പാവങ്ങളായി ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ പോയിട്ട്? സാധാരണക്കാരായ രോഗികൾക്ക് പോലും ചികിത്സയ്ക്കായി വൻതുക മുടക്കി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തിന് പിന്നാലെയാണ് RCCയിലും സർക്കാരിന്റെ ഫണ്ടില്ലായ്മ രോഗികളെ വലയ്ക്കുന്നത്. രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നേരിട്ട പ്രതിസന്ധി പോലെ തന്നെ സമാനമായ പ്രതിസന്ധികളാണ് സംസ്ഥാനത്തെ മറ്റു മെഡിക്കൽ കോളേജുകളെല്ലാം തന്നെ ആരോഗ്യ മേഖലയിൽ പലതരത്തിൽ നേരിടുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരികയാണെങ്കിൽ ചികിത്സാ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതിനാൽ രോഗികൾ കടുത്ത ദുരിതത്തിലാണ്. ഒരു MRI സ്കാനിംഗ് മെഷീൻ മാത്രമാണ് നിലവിലുള്ളത്. തീപിടുത്തത്തിൽ കത്തിപ്പോയ ഉപകരണങ്ങൾ ഇതുവരെയും മാറ്റി സ്ഥാപിച്ചില്ല. അടിയന്തര സ്കാനിങ്ങിനൊഴികെ ആഴ്ചകളോളം കാത്തിരിക്കേണ്ട ഗതികേടിലാണ് ഇവിടെ എത്തുന്ന രോഗികൾ. ഒരു MRI സ്കാനിംഗ് മെഷീൻ കൊണ്ടാണ് പ്രതിദിനം 1000-ഓളം രോഗികൾക്ക് സ്കാനിംഗ് നടത്തുന്നത്. തീപിടുത്തത്തിൽ കത്തിനശിച്ച MRI സ്കാനിംഗ് മെഷീൻ, കാർഡിയോവാസ്കുലർ, ഗ്യാസ്ട്രോഎൻട്രോളജി എന്നിവ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ MRI സ്കാനിംഗ് മെഷീൻ കേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 2ആയി. അടിയന്തരമല്ലാത്ത സ്കാനിങ്ങിന് 1.5 മാസമെങ്കിലും കാത്തിരിക്കണം. പരിശോധനാ ഫലത്തിന് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്. എക്യുപ്മെൻറ്റ്സ് പലതും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ കാർഡിയോവാസ്കുലർ സർജറിൻ്റെ തിയേറ്റർ, ആ തിയേറ്ററിൽ ഇപ്പം പഴയ ബ്ലോക്കിനകത്ത് CH സെൻറ്റർ, അതായത് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ പിന്നെ നിർമ്മിച്ചു കൊടുത്ത് 2014 ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷമാണ് അവിടെ സർജറിയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. അതിന് മതിയാകാത്തത് കൊണ്ടാണ് PMSSYയിലേക്ക് ബ്ലോക്കിലേക്ക് സർജറി തിയേറ്റർ മാറ്റിയത്. ആ സർജറി തിയേറ്ററിനകത്തുള്ള മുഴുവൻ ഉപകരണങ്ങളും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് കാത്തിരിക്കുന്നത് 200 പേരാണ്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 30-ലേറെ പേർ കാത്തിരിക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിദിനം 6-7 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുമ്പോൾ കോഴിക്കോട് ഇത് 15 മുതൽ 18 വരെയാണ്. തിരുവനന്തപുരത്തേക്കാൾ രോഗാതുരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്തിപ്പോയവയ്ക്ക് പകരമായി പുതിയ ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ പോലും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മുഴച്ചു നിൽക്കുമ്പോഴും ആരോഗ്യവകുപ്പ് നിഷ്ക്രിയത്വം തുടരുകയാണ്. ക്യാമറാമാൻ അമർജിത്തിനൊപ്പം വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ആരോഗ്യമേഖലയെ നേരിടുന്ന പ്രതിസന്ധി വളരെ രൂക്ഷമാണെന്നാണ് ഓരോ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് 2 പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടാണ്. നിർമ്മാതാക്കളുടെ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ അനുമതി നൽകാത്തത് എന്തുകൊണ്ടെന്ന് സെൻസർ ബോർഡ് ഇന്ന് വിശദീകരിക്കും. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷാണ് ചേരുന്നത്. രാജേഷ്, സിനിമാ മേഖലയിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് അനുമതി നൽകാത്തതിൽ സെൻസർ ബോർഡ് ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കും. ഹർജിക്കാർ എന്താണ് ആവശ്യപ്പെടുന്നത്?
ഈ ഹർജിക്കാർ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു പേരിന്റെ പേരിൽ ഒരു സിനിമയെ നശിപ്പിക്കുന്ന പ്രവണത സെൻസർ ബോർഡിൽ നിന്നുണ്ടായത് അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെൻസർ ബോർഡിന്റെ ഈ തീരുമാനം തിരുത്തണം, സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകണം എന്നുള്ളതാണ് ഹർജിക്കാരുടെ ആവശ്യം. ഹൈക്കോടതിയും ഇതുവരെയുള്ള വാദം കേൾക്കുകയും ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പ്രതികരണവും ഏകദേശം നിർമ്മാതാക്കൾക്ക് അനുകൂലമായി തന്നെയാണ് ഹൈക്കോടതിയിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് നിയമപരമായ അടിസ്ഥാനപരമായ എന്ത് കാരണമാണ് ഈ പേര് നിഷേധിക്കാൻ അല്ലെങ്കിൽ പേര് മാറ്റാൻ ആവശ്യപ്പെടുന്നതെന്നാണ് സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. ഇതിനൊന്നും അടിസ്ഥാനപരമായ ഒരു നിയമത്തിന്റെ പിൻബലത്തോടു കൂടിയുള്ള മറുപടി പറയുവാൻ സെൻസർ ബോർഡിന് സാധിച്ചിട്ടില്ല. ഇന്ന് വ്യക്തമായ വിശദീകരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് പേരുകൊണ്ട് ആർക്കാണ് അസ്വസ്ഥത ഉണ്ടാവുന്നത്, ഈ പുരാണ കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ ജാനകി എന്നുള്ള പേര് തന്നെ ഇതിനു മുമ്പ് സിനിമയ്ക്കുണ്ടായിട്ടുണ്ട്, ഈ പേരിട്ടുകൊണ്ട് ആർക്കാണ് പ്രശ്നം അല്ലെങ്കിൽ എന്ത് നിയമലംഘനമാണ് അതിൽ ഉണ്ടായത്, ഇതെല്ലാം സെൻസർ ബോർഡ് വിശദീകരിക്കണം. അങ്ങനെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണം അല്ലെങ്കിൽ ഹൈക്കോടതി നിർമ്മാതാക്കളുടെ വാദം അംഗീകരിക്കുക എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഒരു നിലപാട്. ഈ നിലപാട് തന്നെ ഹൈക്കോടതി ആവർത്തിച്ച് പല പ്രാവശ്യം വാദം കേട്ടപ്പോഴും ഇവരോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് വ്യക്തമായി സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായി ഒരു മറുപടി നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്ന് കൃത്യമായ മറുപടി നൽകണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടുള്ളത്. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് നിയമലംഘനമാണ് ഇതിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നതെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. പ്രാഥമികമായി തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിയമലംഘനം ഇല്ല, സെൻസർ ബോർഡിന്റെ നിലപാട് ശരിയല്ല എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം കൂടി ഈ സിനിമ കണ്ടിട്ട് വ്യക്തമായ നിലപാട് തരണം അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയിക്കണം എന്ന് സെൻസർ ബോർഡിനോട് പറഞ്ഞിട്ട് പോലും സെൻസർ ബോർഡിന് പേര് മാറ്റണം എന്ന് ആവർത്തിക്കുന്നതല്ലാതെ വ്യക്തമായ. രാജേഷ്, മറ്റൊരു പ്രധാനപ്പെട്ട ഹർജി എന്ന് പറയുന്നത് മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജിയും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ വീണ വിജയനും CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം വേണമെന്ന് തന്നെയല്ലേ ആവശ്യം? തീർച്ചയായും ഇതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ്. ഇതിൽ മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും ഹൈക്കോടതിക്ക് മറുപടി നൽകിയിട്ടുണ്ട്. മറുപടിയിൽ അവർ പറയുന്നത് ഇതൊരു സാമ്പത്തിക ഇടപാട് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. അതിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരിനെയോ അതിൽ കക്ഷി ചേർക്കുകയോ അന്വേഷണം നടത്തിയോ അങ്ങനെ ആവശ്യപ്പെടുവാൻ ഈ ഹർജിക്കാരന് തന്നെ അർഹതയില്ല എന്നുള്ളതാണ് ഒരു വാദം. മറ്റൊന്ന്, ഇതിൽ നിലവിൽ ഇപ്പോൾ SFIO അന്വേഷണം, ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇത്തരത്തിലൊരു അന്വേഷണം ആവശ്യപ്പെടുവാൻ ഹർജിക്കാരന് നിയമപരമായി യാതൊരു അർഹതയുമില്ല. ഈ കാര്യങ്ങൾ ആവർത്തിച്ചാണ് മറുപടി നൽകിയിട്ടുള്ളത്. ശരി, ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ്. അതായത് ഒന്ന് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയും ഒന്ന് മാസപ്പടി കേസുമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മൃതദേഹ അവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടം 2 ദിവസങ്ങളിലായി നടത്തും. അസ്ഥികൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്നും പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു. നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഭവിനെയും അനീഷയെയും കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കൂടുതൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലായി മൃതദേഹാവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തും. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവി ഡോക്ടർ KS ഉന്മേഷിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. DNA പരിശോധനയ്ക്കായി മൃതദേഹാവശിഷ്ടങ്ങൾ ഉടൻ കൈമാറും. അതേസമയം കൂടുതൽ തെളിവ് ശേഖരണത്തിനായി പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അന്വേഷണ സംഘം കേസ് തെളിയിക്കാൻ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കൊലപാതകം തന്നെയാണോ നടന്നതെന്ന് ലഭിച്ച അസ്ഥികൾ വെച്ച് തെളിയിക്കുന്നത് പോലീസിന് വെല്ലുവിളിയാണ്. അതിനെ മറികടക്കാനായി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. 2021-ലെയും 2024-ലെയും പ്രസവ സമയത്ത് ദൃശ്യങ്ങൾ അനീഷ ഭവിനെ കൈമാറിയിരുന്നു. ആ ദൃശ്യങ്ങൾ ഭവിൻ ഫോണിൽ സൂക്ഷിച്ചിരുന്നു. ഇവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടായ ശേഷം ഫോൺ നശിപ്പിക്കുകയും അസ്ഥികൾ കൈവശം വയ്ക്കുകയുമായിരുന്നു. ഫോൺ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അമൃത ന്യൂസ്, തൃശൂർ. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാനുള്ള ചികിത്സകൾ തുടരുകയാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം ഡയാലിസിസ് തുടരുന്നുണ്ട്. മരുന്നുകളോട് പ്രതികരിക്കുന്നതായാണ് ഡോക്ടർമാർ പറയുന്നത്. 11 മണിയോടെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് 10 ദിവസം മുമ്പാണ് VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 10 വർഷത്തിനിടയിലെ ദൈർഘ്യമേറിയ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. 8 ദിവസത്തെ പര്യടനത്തിൽ 5 രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഘാനയിലേക്കാണ് ആദ്യം എത്തുക. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാനയിലെത്തുന്നത്. ഇന്ന് ഇന്ത്യൻ സമയം 2:30 ഘാനയിലെ അക്രയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ജോൺ ദ്രാമനി മഹാമയുമായി ചർച്ച നടത്തും. രാത്രി അദ്ദേഹം ഒരുക്കുന്ന അത്താഴ വിരുന്നിലും പങ്കെടുക്കുന്നുണ്ട്. നാളെ ഘാനയിലെ ഇന്ത്യൻ സമൂഹവുമായി ചർച്ച നടത്തും. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി വിവിധ ധാരണാപത്രങ്ങളിലും ഒപ്പിടും. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിനെതിരായ പോരാട്ടത്തിൽ ഈ രാജ്യങ്ങളുടെ എല്ലാം പിന്തുണയും ലക്ഷ്യമിടുന്നുണ്ട്. ആലപ്പുഴയിലെ സർക്കാർ സഹകരണ ഹോമിയോ മരുന്ന് നിർമ്മാണശാലയായ ഹോംകോയുടെ കലവൂരിലെ പുതിയ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാതെ ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നുവെങ്കിലും 4 വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. കോടികൾ മുടക്കി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടം പ്രവർത്തനം ആരംഭിക്കാൻ വൈകുന്നതോടെ രാജ്യത്തിനും സംസ്ഥാനത്തിനുമൊക്കെ അഭിമാനമായി മാറേണ്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പാതി വഴിയിൽ അനാഥമാകുന്നത്. ദേശീയപാതയോരത്ത് KSTPക്ക് എതിർവശം 1 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിലാണ് 52 കോടി ചെലവിൽ ഫാക്ടറി നിർമ്മിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് മരുന്നുകളുടെ കയറ്റുമതി ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ഫാക്ടറി നിർമ്മാണം തുടങ്ങിയത്. 1 വർഷമായിരുന്നു കരാർ കാലാവധിയെങ്കിലും കരാർ കമ്പനിയുമായുള്ള തർക്കത്തെ തുടർന്ന് നിർമ്മാണം മുടങ്ങി. കോവിഡിന് ശേഷം കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിലയിൽ വർധന ഉണ്ടായതിനാൽ എസ്റ്റിമേറ്റ് തുക ഉയർത്താനായി ഹോംകോ ഭരണസമിതി സർക്കാരിന്റെ അനുമതി തേടിയെങ്കിലും നടപടികൾ ഏറെ വൈകി. ആരോഗ്യവകുപ്പ് എന്താണോ ഇത്തരത്തിലുള്ള ഈ അനാസ്ഥ കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഗൗരവതരമായ ഒരു വിഷയമായി ഇത് എടുത്തേ മതിയാകൂ. ആയുഷിന്റെ പിന്തുണ, സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണ, അതോടൊപ്പം തന്നെ ലാഭകരമായി പ്രവർത്തിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനാ പ്രവർത്തകരായ തൊഴിലാളികളുടെ പ്രവർത്തനം, ഇതിനെ എല്ലാം സത്യത്തിൽ തമസ്കരിച്ചു പോകുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഇത് മാറണം. ഇത് എന്തായാലും ഈ സ്ഥാപനം ആകെ ഇനിയൊരു 10% വർക്കാണ് അവിടെ നടക്കാനുള്ളത്. 90% പ്രവൃത്തി തീർന്നു എന്നാണ് ഞാൻ മനസ്സിലായത്. ഈ 10%-ത്തിനായി വർഷങ്ങൾ പലത് കഴിഞ്ഞു. അത് നടക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഈ സർക്കാർ മനസ്സിലാക്കണം. അടിയന്തരമായി ഇടപെടുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഇപ്പോഴും വിശ്വാസമുണ്ട്. ആ വിശ്വാസം സാധ്യമാകുന്നില്ലെങ്കിൽ, അത് പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, മാറി വരാൻ പോകുന്ന സർക്കാർ UDF ഇത് കൃത്യമായി സമയബന്ധിതമായി ഇതിന്റെ പണി പൂർത്തിയാക്കി ഉൽപാദനം ആരംഭിക്കും. സർക്കാർ സഹകരണ ഹോമിയോ മരുന്ന് നിർമ്മാണ സഹകരണ സ്ഥാപനമായ പാതിരപ്പള്ളി ഹോംകോയിലെ വികസനത്തിന്റെ ഭാഗമായാണ് കലവൂരിൽ പുതിയ ഫാക്ടറിയുടെ നിർമ്മാണവും പുരോഗമിക്കുന്നത്. 4 നിലകളിലുള്ള കെട്ടിടത്തിൽ ഹോമിയോ മരുന്ന് നിർമ്മാണത്തിനുള്ള അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഫാക്ടറിക്ക് ലൈസൻസ് കിട്ടുന്നതിലും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇതിനുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണം സംബന്ധിച്ച് ഊരാളുങ്കൽ സൊസൈറ്റി കരാർ നൽകുവാനുമാണ് നീക്കം. പുതിയ ഫാക്ടറി യാഥാർത്ഥ്യമാകുന്നതോടെ വിറ്റുവരവ് ഉയരുകയും പുതിയതായി 225 പേർക്ക് തൊഴിൽ സാധ്യതയും ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ സർക്കാരിന്റെയും മാനേജ്മെന്റിന്റെയും കാര്യക്ഷമമല്ലാത്ത നിലപാടുകളും കാലതാമസത്തിന് കാരണമായി. അമൃത ന്യൂസ്, ആലപ്പുഴ. ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി കോഴിക്കോട് വടകരയിൽ ലിസി മുരളീധരനും സംഘവും നടത്തിയ സംഗീത നൃത്തശില്പം ശ്രദ്ധേയമായി. 1/2 മണിക്കൂർ ദൈർഘ്യമുള്ള നൃത്തശില്പം വീട്ടകങ്ങളെ ലഹരി കീഴടക്കുന്നതിനെതിരെയുള്ള പ്രതിരോധ സന്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ലഹരിക്കെതിരെയുള്ള അരുത് യുവത്വമേ എന്ന നൃത്തശില്പം വേറിട്ട അനുഭവമായി. നർത്തകി ലിസി മുരളീധരന്റെയും സംഘത്തിന്റെയും ഏറ്റവും പുതിയ നൃത്ത പരിപാടിയാണ് നിറഞ്ഞ സദസ്സ് കയ്യടിയോടെ സ്വീകരിച്ചത്. 1/2 മണിക്കൂർ ദൈർഘ്യമുള്ള നൃത്തശില്പം ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ കുടുങ്ങി പിടയുന്നവരുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്നു. മദ്യത്തിന് അടിമയായി പിതാവ് മരണപ്പെടുന്നു. അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിന്റെ വളർച്ചയുടെ ഘട്ടം വളരെ തന്മയത്വത്തോടെയാണ് ലിസിയും കൂട്ടരും വേദിയിൽ അവതരിപ്പിച്ചത്. വളർന്നു വലുതായ മകൻ രാസലഹരിയുടെ വിഷമഴയിൽ കുരുങ്ങി സ്വന്തം അമ്മയെപ്പോലും തിരിച്ചറിയാൻ പറ്റാതെ ആക്രമാസക്തനാകുന്നു. നമ്മളുടെ വീട്ടകങ്ങളിലേക്ക് ലഹരി അതിക്രമിച്ചു കയറുന്നതിന് നേർസാക്ഷ്യമായിരുന്നു അരുത് യുവത്വമേ എന്ന നൃത്തശില്പം. നൃത്തത്തിലൂടെ അവതരിപ്പിച്ച് ജനങ്ങൾക്കൊരു ബോധവൽക്കരണം തന്നെയാണ് ഈ പരിപാടി ഉദ്ദേശിച്ചിരുന്നത്. നിരവധി കുട്ടികൾ തന്നെ ഈ നൃത്തത്തിൽ പങ്കാളിയായപ്പോൾ അവരുടെ പാരൻസ്,
അതുപോലെ നല്ല വേദി, അതിലുപരി നല്ല വേദിയും കൂടെ ആയപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ സാധിച്ചു. അമൃത ന്യൂസ് കോഴിക്കോട്. സിനിമാ നിരൂപകർ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഈ കാലത്ത് വ്യത്യസ്തമായ സിനിമാ നിരൂപണ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ കയ്യടി വാങ്ങുകയാണ് പത്മേന്ദ്ര പ്രസാദ് എന്ന സംവിധായകൻ. റോന്ത് എന്ന ഫിക്ഷണൽ ചിത്രത്തെ മറ്റൊരു ഫിക്ഷനിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹം. കേസൊന്നും പേടിച്ചിട്ടല്ല ഈ നാട്ടിലുള്ളവന്മാരൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നത്, പോലീസിന്റെ ഇടി പേടിച്ചിട്ടാണ്. ഷാഹി കബീർ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിന് വ്യത്യസ്തമായ രീതിയിൽ ഒരു നിരൂപണം തയ്യാറാക്കിയിരിക്കുകയാണ് നവാഗത നിരൂപകനായ പത്മേന്ദ്ര പ്രസാദ്. 2 പോലീസുകാരുടെ കഥ പറയുന്ന റോന്ത് എന്ന ചിത്രം മറ്റ് 2 പോലീസുകാരിലൂടെ വളരെ ലളിതമായി അവതരിപ്പിക്കുകയാണ് ഇദ്ദേഹം. സാർ ഈ പടം കണ്ടായിരുന്നു? റോന്ത് കിടിലൻ പടമാണ്. ഇപ്പൊ നമ്മൾ ഈ രാത്രി നടക്കുന്നുണ്ട്, ഇതേപോലെ രാത്രിയിൽ റോന്ത് കിട്ടുന്ന 2 പോലീസുകാർ, ഒന്നൊരു ഡ്യൂട്ടി ഓഫീസർ, പിന്നെ ഒരു ഡ്രൈവർ, പിന്നെ മോരും മുതിരയും പോലെ തമ്മിൽ ചേരാത്ത 2 പേര്. ഈ ഡ്യൂട്ടി ഓഫീസറാണെങ്കിൽ സർവീസിൽ കയറി മൂത്ത് ഇങ്ങനെ വന്നതിന്റെ തഴക്കമുള്ള ആളാണ്. റിവ്യൂ ബോംബിംഗ് പോലുള്ളവ വിമർശനങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് പത്മേന്ദ്ര പ്രസാദിന്റെ നിരൂപണം കയ്യടി നേടുന്നത്. സ്ഥിരം പാറ്റേണുകൾ ഫോളോ ചെയ്യരുത്. ഞാൻ ഈ ഫിക്ഷൻ എന്ന് പറയുന്ന സംഗതിയിലേക്ക് എത്തുന്ന ഒരു ഫിക്ഷനിലൂടെ പറയുക. മുമ്പ് പറഞ്ഞില്ലേ, റോന്ത് കിട്ടുന്ന 2 പോലീസുകാർ. ഇപ്പോൾ ഇത് പോലീസ് കഥയാണല്ലോ, റോന്ത് കിട്ടുന്ന 2 പോലീസുകാരാണല്ലോ. അപ്പം റോന്ത് കിട്ടുന്ന 2 പോലീസുകാർ, അതിലൊരു പോലീസുകാരൻ മറ്റേ പോലീസുകാരനോട് കഥ പറയുന്നതായിട്ട്. റോന്ത് സിനിമയിലെ ദിലീഷ് പോത്തന്റെ കഥാപാത്രം തന്നെ വല്ലാതെ സ്വാധീനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലെ നിരൂപണങ്ങൾക്ക് നല്ല സിനിമകളെ ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്ന് പത്മേന്ദ്ര പ്രസാദ് പറയുന്നു. ആദ്യ നിരൂപണത്തിൽ തന്നെ കയ്യടി നേടുകയാണ് വിവിധ മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ച പത്മേന്ദ്ര പ്രസാദ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ പ്രതിസന്ധിയെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തലിൽ വിദഗ്ധ സമിതി ഈ ആഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടാകും. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പിന്നാലെ മെഡിക്കൽ കോളേജിലെ അധ്യാപക തലത്തിൽ അഴിച്ചുപണികൾക്കും സാധ്യതയുണ്ട്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന് പിന്തുണയുമായി ഡോക്ടർമാരുടെ സംഘടന രംഗത്തെത്തിയിട്ടുണ്ട്. കൂടാതെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ പാളിച്ചകളുണ്ടെന്ന് ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ടെലിമെഡിസിൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററിന് പുതിയ നേതൃത്വം. നേരത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന കൊച്ചി അമൃത ആശുപത്രിയിലെ സ്ട്രോക്ക് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ വിവേക് നമ്പ്യാരാണ് ചാപ്റ്ററിന്റെ പുതിയ പ്രസിഡന്റ്. കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്ന നേതൃമാറ്റ ചടങ്ങിൽ IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ, ടെലിമെഡിസിൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ ഔട്ട്ഗോയിംഗ് പ്രസിഡന്റ് ഡോക്ടർ പ്രേം നായരെ പ്രസിഡന്റ് എമിററ്റ്സ് അവാർഡ് നൽകി ആദരിച്ചു. അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ ടെലിമെഡിസിൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ടെലിമെഡിസിൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററിന്റെ പുതിയ നേതൃത്വം ചുമതലയേറ്റു. ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ്. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിപണി പ്രതീക്ഷ എങ്ങനെയൊക്കെയാണ്? ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 2 ദിവസമായ വിപണിയിൽ ഒരു ക്രമപ്പെടൽ തുടരുക തന്നെയാണ്. എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളാവട്ടെ 2 ദിവസവും വിപണിയിൽ അറ്റ വിൽപ്പനയായിരുന്നു. ഇന്നലെ ആ വിൽപ്പനയുടെ തോത് കൂടിയിട്ടുമുണ്ട്. എങ്കിൽ കൂടിയും ചെറുകിട നിക്ഷേപകർ വളരെ അനുകൂലമായ വിപണിയിൽ ഇടപെടുന്നതും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിക്ഷേപ താല്പര്യവുമാണ് വിപണിയെ ഇപ്പോൾ നിലനിർത്തുന്നത് തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലുമായിരുന്നു. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആഗോള സാഹചര്യങ്ങൾ തികച്ചും തൃപ്തികരം തന്നെയാണ്. ആഭ്യന്തര ഘടകങ്ങളും വിപണിക്ക് അനുകൂലമായി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത തന്നെ വിപണിയിൽ കാണുന്നു. ഇപ്പോൾ 25,500 എന്ന നിലവാരത്തിന് മുകളിൽ മുൻനിര സൂചിയായി നിഫ്റ്റിയിൽ വ്യാപാരം തുടരുന്നുണ്ട്. അത് ആ ഒരു നിലവാരത്തിൽ നിലനിന്ന് വ്യാപാരം നടക്കുകയും 25,800 എന്ന നിലവാരത്തേക്ക് നീങ്ങുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ശരി. ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ്, പ്രതീക്ഷകളാണ് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് പങ്കുവച്ചത്. ഇനി കായിക വാർത്തകൾ നോക്കാം.
ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് ഇന്നു മുതൽ. ആദ്യ മത്സരം തോറ്റതിന്റെ സമ്മർദ്ദത്തിലാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത്. ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ജസ്പ്രീത് ബുംറ കളിക്കുമോ എന്നതിലും ആകാംക്ഷ തുടരുകയാണ്. ഇംഗ്ലണ്ടിനെതിരെ 5 മത്സരങ്ങളാണുള്ളത്. വൈകിട്ട് 3:30 മുതലാണ് മത്സരം. ഫിഫ ക്ലബ് ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ റയലിന് വൻ വിജയം. യുവന്റസിനെ വീഴ്ത്തിയത് എതിരില്ലാത്ത 1 ഗോളിനാണ്. റയൽ 54-ാം മിനിറ്റിലാണ് ഗോൺസാലോ ഗാർഷ്യ യുവന്റസിന്റെ വല ചലിപ്പിച്ചത്. ക്വാർട്ടർ ഫൈനലിൽ ബറൂസിയ ഡോർട്ട്മുണ്ട് മുണ്ടേരി മത്സരത്തിലെ വിജയികളെയാകും നേരിടുക. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.